ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2025 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്ന CSCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഈ ചാപ്റ്ററിലെ ടോപ്പിക്സാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോൻ്റെ കാര്യം ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എൻഡിമിക് സ്പേസസ് ഒക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾ ലാസ്റ്റ് ഫൈനൽ എത്തിക്കഴിഞ്ഞ ടൈമിൽ കറണ്ട് പോയി. അത് നിങ്ങൾക്ക് ശരിക്കും വീഡിയോ വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. കാരണം ഈ വീഡിയോസൊക്കെ കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ അറിയാൻ പറ്റും. ലാസ്റ്റ് ഭാഗത്ത് ഒരു എന്താ പറയുക ഡാർക്ക്നെസ് ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ഭാഗമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ടാങ്ക്സ് ഒന്നും പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അതിന് ക്ഷമ ചോദിക്കുകയാണ്. നമുക്കൊരു എൻഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയില്ല. വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളൊരു വീഡിയോ എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും ഒക്കെ ആവശ്യമാണ്. അതെല്ലാം കൊണ്ടും നിങ്ങൾക്ക് വീഡിയോ കുറച്ചും കൂടിയും പെർഫെക്റ്റ് എന്നുള്ള രീതിയിലേക്കും കൂടിയും മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. കാരണം നമ്മളൊന്നും തന്നെ പറയാതെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിനോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. നിങ്ങൾ ക്ഷമിക്കുക ദയവേത്. നമ്മൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചില വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ചെയ്യാമായിരുന്നു. പക്ഷെ നമുക്ക് സൗണ്ടിൽ ഡിഫറൻസ് വരും. കാരണം നമ്മൾ രാത്രിയാണ് വീഡിയോ എടുത്തേക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തിരി സൈലൻ്റ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ ഫസ്റ്റ് നമ്മൾ വീഡിയോ തുടങ്ങിയ ആ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല ലാസ്റ്റ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് തന്നെ വീഡിയോ അവസാനിപ്പിച്ചു. നമ്മുടെ സൗണ്ടിൽ വ്യത്യാസം വരുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എൻഡിമിക് സ്പേസസ് ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും നമ്മൾ എൻഡിമിക് സ്പേസസ് തന്നെയാണ് ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ടോപ്പിക്സാണ് എൻഡിമിക് സ്പീസീസ് വരുന്നത്. കഴിഞ്ഞ ടോപ്പിക്സൊക്കെ എന്തായാലും നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. ഈ ലാസ്റ്റ് ഭാഗത്തൊരു താങ്ക്സ് പറയാത്തൊരു എന്താ പറയുക ഒരു ഡ്രോബാക്ക് ഉണ്ട് വീഡിയോന്. ബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും നമ്മൾ ഡിസ്കസ് ചെയ്തത്. കുറേ തെറ്റുകളും വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട്. ദയവേത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും ദയവേത് ക്ഷമിക്കണം എന്ന് പറയാൻ എനിക്കാവുള്ളൂ. ഈ ടോപ്പിക്സിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറയാണ്, ദയവേത് ക്ഷമിക്കുക ഈ എൻഡിമിക് സ്പീസസിലും. കാരണം ഈ ചാപ്റ്റർ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് എടുത്ത് പറയേണ്ടി വരുന്നത്. പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ ഇത്ര നമ്മൾ സംസാരിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ യൂട്യൂബിൻ്റെ ഒരു വീഡിയോൻ്റെ മാനേഴ്സ് അനുസരിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ തന്നെ എൻഡിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതൊക്കെ വിശദീകരിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക കാര്യങ്ങളൊക്കെ ഒന്ന്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എൻ്റെ ബർത്ത്ഡേ ആണ്. നല്ല പ്രത്യേകതയുണ്ട്. പക്ഷെ നമുക്ക് ഈ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല യൂട്യൂബിൽ. കാരണം ഞാനത് പറയാൻ മറന്നുപോയി. പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒരിക്കൽ ചെയ്തതാണ്, നമ്മൾ വീണ്ടും റീച്ച് ചെയ്യുന്നതാണ്. ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ദ പേഴ്സൺ CSCT മാനുവൽ 2023 എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്ത വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ വീണ്ടും ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഓർഡർ കറക്റ്റായിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 24/8/2025 ഇന്നത്തെ ദിവസം. പിന്നെ എൻ്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. എന്നാലും ഈ ദിവസം വീഡിയോ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ചെയ്തിരുന്നു വീഡിയോ. 24/8/2024 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ദിവസം ചെയ്യണ ഈ വീഡിയോ എനിക്ക് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട് എന്ന് തന്നെ പറയാം. എക്സ്ട്രാ ഹാപ്പിയാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് CSATക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. ഈ ഭാഗത്തു നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്ന തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ കൂടി വിചാരിച്ചാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ബർത്ത്ഡേ ദിവസം തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ്, സ്പെഷ്യലാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭാഗ്യവും കൂടിയാണ് വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് ഈ ഒരു ദിവസം. അത് ഇത്ര നല്ല ചാപ്റ്ററിൽ നിന്നും വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിലെ ടോപ്പിക്സ് അതെനിക്ക് വളരെ താല്പര്യമുള്ള ടോപ്പിക്സ് ആണ്. കാരണം ഈ ദിവസം തന്നെ ചെയ്യുന്ന ടോപ്പിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഈ ടോപ്പിക്സും മറക്കാനാവില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും 24/8/2025 ചെയ്യുന്ന എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യുക. ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് ചെയ്യുന്നത്. നമ്മൾ വേറൊരു വീഡിയോ കൂടിയും തുടർച്ചയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, സമയം അനുസരിച്ച് നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും ക്ലാസ്സിലേക്ക് പോകാം. CSAT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 4 ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി. ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി, ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ എൻഡമിക് സ്പീസീസ്. India has many endemic plant and vertebrate species. Areas rich in endemism are Northeast India, the Western Ghats, and the Northwestern and the Eastern Himalayas. A small pocket of local endemism also occurs in the Eastern Ghats. The Gangetic Plains are generally poor in endemics, while the Andaman and Nicobar Islands contribute at least 220 species to the endemic flora of India. Botanical Survey of India 1983. World Conservation Monitoring Centers WCMC. Threatened Plants Unit TPU is in the preliminary stages of cataloging the world's centers of plant diversity. Approximately 150 botanical sites worldwide are so far recognized as important for conservation action, but others are constantly being identified. 5 locations have so far been issued for India: the Agastya Malai Hills, Salient Valley, New Amarambalam Reserve, and Periyar National Park, all in the Western Ghats and the Eastern and Western Himalayas. Endemism among mammals and birds is relatively low. Only 44 species of Indian mammal have a range that is confined entirely to within Indian territorial limits. For endemic species of conservation significance occur in the Western Ghats. They are the lion-tailed macaque, Macassa silenus, Nilagiri leaf monkey, Trachypithecus johini. Locally better known as Nilagiri langur. Presbytis johini, brown palm kiwit, Paradoxurus jardoni, and Nilagiri tahir, Hemitragus hylocrius. Only 55 bird species are endemic to India, with the distributions concentrated in areas of high rainfall. They are located mainly in eastern India, along the mountain chains where the monsoon shadow occurs. Southwest India, the Western Ghats, and the Nicobar and Andaman Islands. In contrast, endemism in the Indian reptilian and amphibian fauna is high. There are around 187 endemic reptiles and
110 endemic amphibian species. 80 amphibian genera are not found outside India. They include among the caecilians, Indotyphlops, 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 Geginophis, Geginophis, and Uriotyphlops, Uriotyphlops, and among the anurans, the toad buffoids, the microhylid Melanobatrachus, Melanobatrachus, and the frogs Ranixellus, Nanobatrachus, and in Nyctibatrachus. Perhaps most notable among the endemic amphibian genera is the monotype Melanobatrachus, which has a single species known only from a few specimens collected in the Anaimalai Hills in the 1870s. It is possibly most closely related to two relict genera found in the mountains of eastern Tanzania. It is possibly most closely related to two relict genera found in the mountains of eastern Tanzania. അപ്പോൾ നമ്മൾ എൻഡിമിക് സ്പീസീസ് നമ്മൾ പറഞ്ഞത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ പറയണം, ദയവേത് ക്ഷമിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്. അടുത്തതും അതുപോലെയൊക്കെ തന്നെയാണ്. ഫ്ലോറൽ ആൻഡ് ഫൗണൽ കോമണാലിറ്റി ഓഫ് ഇന്ത്യസ് ടു ഹോട്ട് സ്പോട്സും അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തായാലും വരും, ദയവേത് ക്ഷമിക്കുക. നിങ്ങളുടെ ദയവായിട്ടുള്ള സഹകരണം എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്ലോറൽ ആൻഡ് ഫൗണൽ കോമണാലിറ്റി ഓഫ് ഇന്ത്യസ് ടു ഹോട്ട് സ്പോട്സ്. Out of the two areas, the Eastern Himalayas and the Western Ghats are far apart today and have their own characteristic flora and fauna. There are a number of species common to both. Common floral species include Turnstromia, japonica, Turnstromia japonica, Turnstromia japonica, Rhododendron arboreum, Hypericum hookerianum, Dalictrum javanicum, Cotoneaster buxifolia, Parnassia victinia, Parnassia victinia, Lonicera ligustrina, Gaultheria fragrantissima, and Symplochus laureana, Among fauna, the Himalayan and Nilagiri tahir, the Nilagiri pine marten, the laughing thrush, associated with the plant genus Rhombus, the great
pied hornbill, Bicornis homrai, Bicornis homrai, the frogmouth, Betra, Betra, Batrachostomus, Hodgsoni, Hodgsoni, Batrachostomus, Hodgsoni, Hodgsoni. The fairy bluebird, Irana pula, Irina pula, lizard havax, Acipter sap, lizard havax, Acipter sap, and the rufous billed havoc eagle, Lophotriorchis kiandri, Lophotriorchis kiandri, are found in both regions. A plausible explanation for the presence of common species in the otherwise distinct region is that they are both Pleistocene relics. During Pleistocene glaciation, temperate flora and fauna moved south. On retreat of the glaciation, temperate relics were left at a higher altitude of the southern mountains, and a continuous distribution between northeast and southwest India was lost after the Pleistocene glaciation. There also is a resemblance in the water fauna of the two areas. The advanced Satpura hypothesis had envisaged movement of Assam flora and fauna through the Satpura system to the Western Ghats. Others, however, feel that any resemblance between the two is due to convergent evaluation. Be that as it may, the fact remains that the flora and fauna of the two regions have some degree of commonality. The common genera listed above need detailed genetic study, including fingerprinting, to establish conclusively the relationship between the two groups of biota in space and time. To establish conclusively the relationship between the two groups of biota in space and time. Flora and fauna commonality of India's two hotspots. ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാനൊരു പ്രത്യേക രീതിയിലൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എനിക്കതിനെ അറിയില്ല, ഇനിയിപ്പോൾ തെറ്റായ കമൻസും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും എനിക്ക് എപ്പോഴും നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും ദയവേത് ക്ഷമിക്കുക, ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. അത് നിങ്ങൾ ദയവേത് മനസ്സിൽ വെക്കണം. ഇനി നമ്മൾ പറയാനുള്ള ടോപ്പിക്സ് ആണെങ്കിലും പുതിയ വീഡിയോ ആണെങ്കിലും ഒക്കെ നമുക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം എന്തായാലും ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേർഡ്സ് ഒക്കെയാണ്. ഫസ്റ്റ് തന്നെ വരുന്നത് ടെർണസ്ട്രോമിയ ജപ്പോനിക്ക, റോഡോഡെൻഡ്രോൺ അർബോറിയം, ഹൈപ്പീരിക്കും ഹ്യൂക്രിയാനം, അങ്ങനെ പോവുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ നന്നായിട്ട് പറയാൻ പറ്റിയിരിക്കും. ചിലപ്പോൾ ഈ വേർഡ്സുകളൊക്കെ നമുക്ക് ചിലപ്പോൾ അത്രയ്ക്കും എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നത് കറക്റ്റായിട്ട് തന്നെ. പിന്നെ ഈ ലാസ്റ്റ് സെൻറ്റൻസ് ഒക്കെ വളരെ സിമ്പിളായിട്ടാണ്. ദർ ഓൾസോ ഇസ് എ റിസംബ്ലൻസ് ഇൻ ദ വാട്ടർ ഫൗണ്ട ഓഫ് ദ ടു ഏരിയാസ്. ദ അഡ്വാൻസ് സത്പുര hypothesis had envisaged movement of Assam flora and fauna through the Satpura system to the Western Ghats. ഇപ്പം എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫ്ലോറൽ ആൻഡ് ഫൗണൽ കോമണാലിറ്റി ഓഫ് ഇന്ത്യസ് ടു ഹോട്ട്സ്പോട്ട്സ്. വെറൈറ്റി ആയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ ഏകദേശം അവസാനിച്ചെന്നാണ് തോന്നുന്നത്. ഇനിയുള്ളതിലൊന്നും അത്ര തോന്നുന്നില്ല. നമ്മൾ അങ്ങനെ അത്യാവശ്യം എന്താ പറയുക, ഡിഫിക്കൽറ്റി ഉള്ള വേർഡ്സ് നമുക്ക് വീഡിയോയിൽ കാണുന്നില്ല. എന്തായാലും നമ്മളിപ്പോൾ ഇനി
പ്രൊജക്റ്റഡ് ഏരിയസ് നെറ്റ്വർക്ക് നോക്കാം. പ്രൊജക്റ്റഡ് ഏരിയസ് നെറ്റ്വർക്ക് ഡെവലപ്മെന്റ് ആൻഡ് ഹിസ്റ്ററി. The protection of wildlife has a long tradition in Indian history. Wise use of natural resources was a prerequisite for many hunter-gatherer societies, which date back to at least 6000 BC. Extensive clearance of forests accompanied the advance of agricultural and pastoral societies in subsequent millennia, but an awareness of the need for ecological and prudence emerged, and many so-called pagan nature conservation practices were retained. As more and more land became settled or cultivated, so these hunting reserves increasingly became refuges for wildlife. Many of these reserves were subsequently declared as national parks or sanctuaries, mostly after independence in 1947. Examples include Gir in Gujarat, Deckingam in Jammu and Kashmir, Bandipur in Karnataka, Iravikulam in Kerala, Madhav, now Shivapuri in Madhya Pradesh, Simlipal and Keloladio in Orissa, and Radhambor and Sariska in Rajasthan. Wildlife, together with the forestry, has traditionally been managed under a single administrative organization within the FDs of each state or union territory, with the role of central government being mainly advisory. There have been two recent developments. First, the Wildlife Protection Act has provided for the creation of posts of chief wildlife wardens and wildlife wardens in the states to exercise statutory powers under the Act. Under this Act, it is also mandatory for the states to set up state wildlife advisory boards. Secondly, the inclusion of protection of wild animals and birds in the concurrent list of the Constitution has provided the Union with some legislative control over the states in the conservation of wildlife. The situation has since improved. All states and union territories with national parks or sanctuaries having set up wildlife wings. The adoption of a national policy for wildlife conservation in 1970 and the enactment of the Wildlife Protection Act in 1972 lead to a significant growth in the protected areas network from 5 national parks and 16 sanctuaries to 69 and 410 respectively in 1990. The network was further strengthened by a number of national conservation projects. Notable among them is Project Tiger. Initiated in April 1973 by the Government of India, with support from World Wildlife Fund and the Crocodile Breeding and Management Project, launched on 1 April 1975 with technical assistance from United Nations Development Program (UNDP), Food and Agriculture Organization (FAO). Project Areas Project Area Network Development and ഹിസ്റ്ററിയിലെ എന്താ പറയുക ടോപ്പിക്സ് നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്ര വെറൈറ്റി ഉള്ള വേർഡ്സ് ഒന്നും ഇല്ല, സാധാ പോലത്തെയാണ് സെൻറ്റൻസ്, ഓർഡിനറി സെൻറ്റൻസ്. എന്നാലും എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക, നമ്മൾ പറയാറുള്ള പോലെ തന്നെ. ഇനി നമുക്ക് ഈ ടേബിൾ നോക്കാം. നെയിം ലൊക്കേഷൻ റിസർവ് ഫോർ എഗ്നാക്മാർ സാങ്ച്വറി. ഒരു കാര്യം പറയാണ്, ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ടേബിളും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്, ദയവേത് ക്ഷമിക്കാം. ഫസ്റ്റ് മുതൽ ഒന്നുകൂടി പറയാം. നെയിം ലൊക്കേഷൻ റിസർവ് ഫോർ Agnakmar Sanctuary, Bilaspur, Chhattisgarh.
ടൈഗർ ബോർ ചിറ്റാൽ സാമ്പാർ ബൈസൺ. ബന്ദവർഗാർഹ് നാഷണൽ പാർക്ക്. ബന്ദവഗാർഹ് നാഷണൽ പാർക്ക്. ഷാദോൾ മധ്യപ്രദേശ്. ഷാദോൾ മധ്യപ്രദേശ്. ടൈഗർ പാന്തർ ചിറ്റാൽ നീൽഗൈ വൈൽഡ് ബോർ. ബണ്ടിപ്പൂർ സാങ്ച്വറി ബോർഡർ ഓഫ് കർണാടക ആൻഡ് തമിഴ്നാടു. എലഫന്റ് ടൈഗേഴ്സ് പാന്തർ സാമ്പാർ ഡീർ ബേർഡ്സ്. ബണ്ടിപ്പൂർ സാങ്ച്വറി ബോർഡർ ഓഫ് കർണാടക ആൻഡ് തമിഴ്നാട്. എലഫന്റ് ടൈഗേഴ്സ് പാന്തർ സാമ്പാർ ഡീർ ബേർഡ്സ്. ബണർഘാട്ട നാഷണൽ പാർക്ക്. ബണർഘാട്ട നാഷണൽ പാർക്ക് ബാംഗ്ലൂർ കർണാടക. എലഫന്റ് ചീന്താൽ ഡീർ ഗ്രേ പാട്രിഡ്ജസ് ഗ്രീൻ പീജിയൻ. എലഫന്റ് ചീതാൽ ഡീർ ഗ്രേ പാട്രിഡ്ജസ് ഗ്രീൻ പീജിയൻ. ഭദ്ര സാങ്ച്വറി ചിക്മാംഗ്ലൂർ കർണാടക. കർണാടക. എലഫന്റ് ചീറ്റാൽ പാന്തർ സാമ്പാർ വൈൽഡ് ബോർ. ഭീമാബന്ധ് മോൺഗിയാർ ബീഹാർ. ടൈഗർ ലിപ്പേർഡ് സാമ്പാർ വൈൽഡ് ബോർ ചിറ്റാൽ വാട്ടർ ബേർഡ്സ്. ബോറി സാങ്ച്വറി ഹോഷനാഗാബാദ് മധ്യപ്രദേശ്. ടൈഗർ പാന്തർ സാമ്പാർ ചിറ്റാൽ വൈൽഡ് ബോർ ബാർക്കിൻഡീർ പാന്തർ സാമ്പാർ ലാഗ്യൂർ വൈൽഡ് ബോർ ചിങ്കാര. വെരി സോറി നമ്മൾ പറഞ്ഞ തെറ്റ് വന്നിട്ടുണ്ട്. ഭദ്ര സാങ്ച്വറി തൊട്ട് ഒരിക്കലും പറയണം. ഭദ്ര സാങ്ച്വറി ചിക്മാംഗ്ലൂർ കർണാടക. എലഫന്റ് ചിന്താൽ പാന്തർ സാമ്പാർ വൈൽഡ് ബോർ. ഭീമാബന്ധ് മോങ്കിയാർ ബീഹാർ. ടൈഗർ ലിപ്പേർഡ് സാമ്പാർ വൈൽഡ് ബോർ ചിറ്റാൽ വാട്ടർ ബേർഡ്സ്. ബോറി സാങ്ച്വറി ഹോഷനാഗാബാദ് മധ്യപ്രദേശ്. ടൈഗർ പാന്തർ സാമ്പാർ ചിറ്റാൽ വൈൽഡ് ബോർ ബാർക്കിംഗ് ഡീർ. ബോറിവിലി നാഷണൽ പാർക്ക് മുംബൈ. പാന്തർ സാമ്പാർ ലാഗ്യൂർ വൈൽഡ് ബോർ ചിങ്കര. ചന്ദ്രപ്രഭ സാങ്ച്വറി നിയർ വാരണാസി ഉത്തർപ്രദേശ്. ഫേമസ് ഫോർ ഗീർ ലയൺസ് ചിറ്റാൽ സാമ്പാർ. കോർബിറ്റ് നാഷണൽ പാർക്ക് നൈനിറ്റാൽ ഉത്തരാഖണ്ഡ്. ടൈഗർ ലിപ്പേർഡ് എലഫന്റ് സാമ്പാർ നെയ്മഡ് ഇൻ മെമ്മറി ഓഫ് ജിം കോർബറ്റ്. ഡക്കിംഗാം സാങ്ച്വറി കാശ്മീരി സ്റ്റേഗ്. ഡൽമ സാങ്ച്വറി സിംഗ്വം ജാർഖണ്ഡ്. എലഫന്റ് ലിപ്പേർഡ് വൈൽഡ് ബോർ ബാർക്കിൻഡീർ. ഡൻഡേലി സാങ്ച്വറി ധർവാർ കർണാടക. ടൈഗർ പാന്തർ എലഫന്റ് ചിറ്റാൽ സാമ്പാർ വൈൽഡ് ബോർ. ദുധുവ നാഷണൽ പാർക്ക് ലക്കിംപൂർക്കേരി ഉത്തർപ്രദേശ്. ടൈഗർ പാന്തർ സാമ്പാർ ചിറ്റാൽ നീൽഗൈ ബാർക്കിൻഡീർ. ഗാന്ധി സാഗർ സാങ്ച്വറി മാൻസ്വാർ മധ്യപ്രദേശ്. ഗാന്ധി സാഗർ സാങ്ച്വറി മാൻസ്വാർ മധ്യപ്രദേശ്. ചിറ്റാൽ സാമ്പാർ ചിങ്കാര ബാർക്കിൻഡീർ വൈൽഡ് ബേർഡ്സ്. ഗ്യാരംപാനി സാങ്ച്വറി ദീബു ആസാം. എലഫന്റ് ലിപ്പേർഡ് വൈൽഡ് ബഫലോ ലാങ്ക്യൂർ. ഗ്യാരംപാനി സാങ്ച്വറി ദീബു ആസാം. എലഫന്റ് ലിപ്പേർഡ് വൈൽഡ് ബഫലോ ലാങ്ക്യൂർ. ഗാന ബേർഡ് സാങ്ച്വറി ഭരത്പൂർ രാജസ്ഥാൻ. വാട്ടർ ബേർഡ്സ് ബ്ലാക്ക് ബക്ക് ചിറ്റാൽ സാമ്പാർ. ഗീർ ഫോറസ്റ്റ് ജുനഗഡ് ഗുജറാത്ത്.
ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് വൈൽഡ് ലൈഫ് സാഞ്ചുറി ഫേമസ് ഫോർ ഗീർ ലയൺസ്. ഗൗതം ബുദ്ധ സാഞ്ചുറി, ഗയ, ബീഹാർ. ടൈഗർ ലിപ്പേർഡ്, സാമ്പാർ, ചിറ്റാൽ, ബാർക്കിൻഡീർ. ഗൗതം ബുദ്ധ സാഞ്ചുറി, ഗയ, ബീഹാർ. ടൈഗർ ലിപ്പേർഡ്, സാമ്പാർ, ചീറ്റാൽ, ബാർക്കിൻഡീർ. ഹസാരിബാഗ് സാഞ്ചുറി, ഹസാരിബാഗ്, ജാർഖണ്ഡ്. ടൈഗർ ലിപ്പേർഡ്, ചിറ്റാൽ, നീൽഗൈ, സാമ്പാർ, വൈൽഡ് ക്യാറ്റ്. ഇൻടാങ്കി സാഞ്ചുറി, കൊഹിമ, നാഗാലാൻഡ്. എലഫന്റ്, ഗൗർ, ടൈഗർ, പാന്തർ, ബാർക്കിൻഡീർ, വൈൽഡ് ബോർ, റീനോസെറോസ്. സോറി, തെറ്റൊന്നു. ഇറ്റാങ്കി സാഞ്ചുറി, കൊഹിമ, നാഗാലാൻഡ്. എലഫന്റ്, ഗൗർ, ടൈഗർ, പാന്തർ, ബാർക്കിൻഡീർ, വൈൽഡ് ബോർ. ജലദബാറ സാഞ്ചുറി, വെസ്റ്റ് ബംഗാൾ. റീനോസെറോസ്. ക്യാവൽ സാഞ്ചുറി, ആദിലാബാദ്, ആന്ധ്രാപ്രദേശ്. ടൈഗർ, പാന്തർ, ഗൗർ, ചിറ്റാൽ, വൈൽഡ് ബോർ. കാസിരംഗ നാഷണൽ പാർക്ക്, ജോർഹാറ്റ്, ആസാം. ഹോണഡ് റീനോസെറോസ്, ഗൗർ, എലഫന്റ്, ലിപ്പേർഡ്, വൈൽഡ് ബഫലോ. അടുത്തത് കാങ്ക് ചന്ദസെന്ത നാഷണൽ പാർക്ക്. കാങ്ക് ചന്ദസെന്ത നാഷണൽ പാർക്ക്. കാങ്ക് ചന്ദസെന്ത നാഷണൽ പാർക്ക്, ഗാങ്ടോക്ക്, സിക്കിം. സ്നോ ലിപ്പേർഡ്, മസ്ക് ഡിർ, ഹിമാലയൻ ബോർ. കിനാരസാനി സാഞ്ചുറി. ക്യാമ്രസാൻ, ആന്ധ്രാപ്രദേശ്. ടൈഗർ, പാന്തർ, ഗൗർ, ചിറ്റാൽ, സാമ്പാർ, നീൽഗൈ. കൊലേരു പെലിക്കാനറി, ഇലോറു ആന്ധ്രാപ്രദേശ്. പെലിക്കൻസ് പെയിന്റഡ് സ്ട്രോക്ക്. നാഗർഹോൾ നാഷണൽ പാർക്ക്, കൂർഗ്, കർണാടക. എലഫന്റ്, ടൈഗർ, പാന്തർ, സാമ്പാർ, ചിറ്റാൽ. നാംദാഫ സാഞ്ചുറി, ടെറാപ്പ്, അരുണാചൽ പ്രദേശ്. എലഫന്റ്, പാന്തർ, സാമ്പാർ, ടൈഗർ, ചിറ്റാൽ, കിങ് കോബ്ര. നാംദാഫ സാഞ്ചുറി, ടെറാപ്പ്, അരുണാചൽ പ്രദേശ്. എലഫന്റ്, പാന്തർ, സാമ്പാർ, ടൈഗർ, ചിറ്റാൽ, കിങ് കോബ്ര. നെവിഗയോൺ നാഷണൽ പാർക്ക്, ബന്ദാറ, മഹാരാഷ്ട്ര. ടൈഗർ, പാന്തർ, സാമ്പാർ, ചിറ്റാൽ, നീൽഗൈ. നെവിഗയോൺ നാഷണൽ പാർക്ക്, ബന്ദാര, മഹാരാഷ്ട്ര. ടൈഗർ, പാന്തർ, സാമ്പാർ, ചിറ്റാൽ, നീൽഗൈ. പാക്മാർഹി സാഞ്ചുറി, ഹോഷനാഗാബാദ്, മധ്യപ്രദേശ്. ടൈഗർ, പാന്തർ, ബോർ, സാമ്പാർ, നീൽഗൈ, ബാർക്കിൻഡീർ. പച്മാർഹി സാഞ്ചുറി, ഹോഷനാഗാബാദ്, മധ്യപ്രദേശ്. ടൈഗർ, പാന്തർ, ബോർ, സാമ്പാർ, നീൽഗൈ, ബാർക്കിൻഡീർ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം. പകാൽ സാഞ്ചുറി, വാരംഗൽ, ആന്ധ്രാപ്രദേശ്. ടൈഗർ, പാന്തർ, സാമ്പാർ, ചിറ്റാൽ, നീലഗൈ. ബാലൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ നെയിം, ലൊക്കേഷൻ, റിസർവ് ഫോർ. പറമ്പിക്കുളം സാഞ്ചുറി,
പാലക്കാട് കേരള ടൈഗർ ലിപ്പേർഡ് ഗൗർ എലഫന്റ് നീലഗൈ ചിറ്റാൽ. പെൻച്ച് നാഷണൽ പാർക്ക് നാഗ്പൂർ മഹാരാഷ്ട്ര ടൈഗർ പാന്തർ ഗൗർ സാംബാർ ചിറ്റാൽ നീൽഗൈ. പെരിയാർ സാങ്ച്വറി ഇടുക്കി കേരള എലഫന്റ് ടൈഗർ പാന്തർ ഗരു നീൽഗൈ സാംബാർ വൈൽഡ് ബീർ. റാൻഗാന്ധി 2 ബേർഡ് സാങ്ച്വറി റാൻഗാന്ധി 2 ബേർഡ് സാങ്ച്വറി ഐസ്ലാൻഡ്സ് ഇൻ റിവർ ക്യാവരി ഇൻ കർണാടക. ഇമ്പോർട്ടൻ്റ് ബേർഡ് സാങ്ച്വറി റോഹ്ല നാഷണൽ പാർക്ക് കുളു ഹിമാചൽ പ്രദേശ്. സ്നോ ലിപ്പേർഡ് ബ്രൗൺ ബോർ മസ്ക് ഡിർ സ്നോകോക്ക് ന്യൂ പീജിയൻ. റോഹ്ല നാഷണൽ പാർക്ക് കുളു ഹിമാചൽ പ്രദേശ്. സ്നോ ലിപ്പേർഡ് ബ്രൗൺ ബോർ മസ്ക് ഡിർ സ്നോകോക്ക് ന്യൂ പീജിയൻ. സരിസ്ക സാങ്ച്വറി ആൾവാർ രാജസ്ഥാൻ ടൈഗർ പാന്തർ സാംബാർ നീൽഗൈ ചിറ്റാൽ ചിങ്കര. സരസ്വതി വാലി സാങ്ച്വറി ഷിമോഗ കർണാടക എലഫന്റ് ടൈഗർ പാന്തർ സാംബാർ ഗൗർ ചിറ്റൽ വൈൽഡ് ബോർ. ഷിക്കാരി ദേവി സാങ്ച്വറി മാൻജി ഹിമാചൽ പ്രദേശ് ബ്ലാക്ക് ബോർ മസ്ക് ഡിർ പാന്തർ ലിപ്പേർഡ് പാട്രിഡ്ജ്. ശിവപുരി നാഷണൽ പാർക്ക് ശിവപുരി മധ്യപ്രദേശ് ടൈഗർ പാന്തർ സാംബാർ ഹെയ്ന സ്ലോത്ത് ബോർ നീൽഗൈ. സിംലിപാൽ സാങ്ച്വറി മയൂർഭഞ്ച് ഒറീസ എലഫന്റ് ടൈഗർ ലിപ്പേർഡ് ഗൗർ ചിറ്റാൽ. സോമിശ്വാര സാങ്ച്വറി കാനറ കർണാടക ടൈഗർ പാന്തർ വൈൽഡ് ബോർ ലിപ്പേർഡ്. സുന്ദർബൻ ടൈഗർ റിസർവ് സൗത്ത് 24 പാർഗനാസ് വെസ്റ്റ് ബംഗാൾ. സൗത്ത് 24 പാർഗനാസ് സൗത്ത് ഒരിക്കൽ കൂടി പറയാണ്. സുന്ദർബൻ ടൈഗർ റിസർവ് സൗത്ത് 24 പാർഗനാസ് വെസ്റ്റ് ബംഗാൾ. ടൈഗർ ഡീർ വൈൽഡ് ബോർ ക്രൊക്കഡൈൽ ഗംഗാറ്റിക് ഡോൾഫിൻ. സൊണൈ റൂബ സാങ്ച്വറി ടെസ്പ്യൂർ ആസാം എലഫന്റ് സാംബാർ വൈൽഡ് ബോർ 1 ഹോൺഡ് റിനോസറോസ്. ടഡോഡ നാഷണൽ പാർക്ക് ചന്ദ്രപൂർ മഹാരാഷ്ട്ര ടൈഗർ പാന്തർ സാംബാർ നീൽഗൈ ചിങ്കാര ചിറ്റാൽ. തഡ്വൈ സാങ്ച്വറി വാരണങ്കാൽ ആന്ധ്രാപ്രദേശ് ടൈഗർ പാന്തർ സാംബാർ ഗ്യൗർ ജംഗിൾ കാറ്റ്. ടാൻസ സാങ്ച്വറി താനെ മഹാരാഷ്ട്ര പാന്തർ സാംബാർ ചിറ്റാൽ 4 ഹോൺഡ് ആൻഡ്ലോപ്പ് 4 ഹോൺഡ് ആൻഡ്ലോപ്പ്. ടാൻസ സാങ്ച്വറി താനെ മഹാരാഷ്ട്ര പാന്തർ സാംബാർ ചിറ്റാൽ 4 ഹോൺഡ് ആൻഡ്ലോപ്പ്. തുംഗഭദ്ര സാങ്ച്വറി ബെല്ലാരി കർണാടക പാന്തർ ചിറ്റാൽ സ്ലോത്ത് ബോർ 4 ഹോൺഡ് ആൻഡ്ലോപ്പ്. പാന്തർ ചിറ്റാൽ സ്ലോത്ത് ബോർ 4 ഹോൺഡ് ആൻഡ്ലോപ്പ്. വാൽവാഡോറെ നാഷണൽ പാർക്ക് ബർനാഗർ ഗുജറാത്ത് വോൾഫ് ബ്ലാക്ക് ബക്ക്. വേഡൻ തെങ്കാൽ ബേർഡ് സാങ്ച്വറി തമിഴ്നാട്. ഇമ്പോർട്ടൻ്റ് ബേർഡ് സാങ്ച്വറി വയനാട് സാങ്ച്വറി കാനറോർ ആൻഡ് കോഴിക്കോട് കേരള. എലഫന്റ് ഗൗർ സാംബാർ ചിറ്റൽ വൈൽഡ് ബോർ ഡീർ.
വയനാട് സാങ്ച്വറി, കാനറോർ ആൻഡ് കോഴിക്കോട് കേരള, എലഫന്റ് ഗോർ, സാമ്പർ, ചിറ്റാൽ, വൈൽഡ് ബോർ, ഡീർ. എലഫന്റ് ഗോർ, സാമ്പർ, ചിറ്റാൽ, വൈൽഡ് ബോർ, ഡീർ. വൈൽഡ് എസ് എസ് സാങ്ച്വറി, വൈൽഡ് എസ് എസ് വൈൽഡ് ഏസസ് സാങ്ച്വറി, വൈൽഡ് ഏസസ് സാങ്ച്വറി. ലിറ്റിൽ റാൺ ഓഫ് കച്ച്, ഗുജറാത്ത്, ലിറ്റിൽ റാൺ ഓഫ് കച്ച്, ഗുജറാത്ത്. വൈൽഡ് ഏസസ് വോൾഫ്, നീലഗൈ, ചിൻകര. വൈൽഡ് ഏസസ് സാങ്ച്വറി, ലിറ്റിൽ റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. വൈൽഡ് ഏസസ് വോൾഫ്, നീൽഗൈ, ചിൻകര. വൈൽഡ് ആസസ് സാങ്ച്വറി, ലിറ്റിൽ റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. വൈൽഡ് ആസസ് വോൾഫ്, നീലഗൈ, ചിങ്കര. നമ്മൾ പറഞ്ഞത് നെയിം, ലൊക്കേഷൻ, റിസർവ് ഫോറാണ് പറഞ്ഞത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദയവേത് ക്ഷമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്. ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് പറയണത് ഇന്റർനാഷണൽ പ്രോഗ്രാംസ് ആൻഡ് കൺവെൻഷൻസ്. ഇന്റർനാഷണൽ പ്രോഗ്രാംസ് ആൻഡ് കൺവെൻഷൻസ്. India participates in many international agreements and programs concerned with the aspects of nature conservation and sustainable development. This range from legal instruments such as the Convention on Biological Diversity, which place obligations on nations that become contracting parties to scientific programs such as the UNESCO Man and the Biosphere Program, a global program of international scientific cooperation. Examples of agreements and programs with which India is collaborating include. ഇനി അടുത്തത് കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീസീസ്, CITES. Since India became a party to CITES on 18 October 1976, it has provided data annually to the CITES Secretariat on the trade of endangered species through its CITES Management Authority. World Heritage Convention. India rectified the World Heritage Convention in 1977, and since then 5 natural sites have been inscribed as areas of outstanding universal value. The sites are Kaziranga National Park, Ladio National Park 3, Manas National Park 4, Sundarbans National Park, and 5 Nanda Devi National Park. ഒരിക്കൽ പറയാണ് വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ. ഇന്ത്യ റൈറ്റിഫൈഡ് ദ വേൾഡ് ഹെറിറ്റേജ് കൺവെൻഷൻ ഇൻ 1977, and since then 5 natural sites have been inscribed as areas of outstanding universal value. The sites are 1. Kaziranga National Park, 2. Keoladeo National Park, 3. Manas National Park, 4. Sundarbans National Park, and 5. Nanda Devi National Park. അടുത്ത കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇന്ത്യ signed the Convention on Biological Diversity on 5 June 1992, ratified it on 18 February 1994, and brought it into force on 9 May 1995. This convention will provide a framework for the sustainable management and conservation of India's natural resources. അടുത്തത് റാംസർ വെറ്റ്ലാൻഡ്സ് കൺവെൻഷൻ. India has been a contracted party to the Ramsar Convention since 1 February 1982. India now has 6 sites covering some 192,973 hectares of important wetlands. India has been a contracted party to the Ramsar Convention since 1 February 1982. India now has 6 sites covering some 192,973
973 hectares of important wetlands. The sites are 1. Chilka Lake, 2. Kailoladio National Park, 3. Woolar Lake, 4. Harika Lake, 5. Loktak Lake, and 6. Sambar Lake. ഇനിയൊരു ടേബിളാണ് ഡാറ്റ ടേബിൾസ് ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി. Table 4.4 recorded number of plant species in India and the world. A taxa species India to the world percentage. Bacteria 850 4000 21.25. Viruses unknown 4000. Algae 6500 14,000 16.25. Fungi 14,500 72,000 20.14. Lichens 2,000 17,000 11.80. Bryophyta 2,850 16,000 17.80. Petridophyta 1,100 13,000 8.46. Gymnosperms 64 750 8.53. Angiosperms 17,500 2,15,000 7. അപ്പം നമ്മൾ പറഞ്ഞത് ഡാറ്റ ടേബിൾസ് ഇന്ത്യസ് ബയോഡൈവേഴ്സിറ്റി. റെക്കോർഡ് നമ്പർ ഓഫ് പ്ലാന്റ് സ്പീസീസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ് ആണ് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഇതുപോലെ ടേബിളാണ്. ടേബിൾ 4.5 റെക്കോർഡ് നമ്പർ ഓഫ് അനിമൽ സ്പീസീസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. റെക്കോർഡ് നമ്പർ ഓഫ് അനിമൽ സ്പീസീസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അടുത്തതും ടേബിൾ തന്നെയാണ്. ടേബിൾ 4.5 റെക്കോർഡ് നമ്പർ ഓഫ് അനിമൽ സ്പീസീസ് in India and the world. Taxa species world. Difference between India and the world percentage. Protoista 2,577 31,259 8.24. Mollusca 5,070 66,535 7.62. Anthropoda 68,389 9,87,949 9,87,949 6.90. Other invertebrates 8,329 87,121 9.56. Protochordata 119 2,106 5.65. Pieces 2,546 21,723 11.72. Amphibia 209 5,150 4.06. Reptilia 456 5,817 7.84. Herbs 1,232 9,026 13.66. Mammalia 319 4,629 8.42. നമ്മൾ പറഞ്ഞ ടോപ്പിക് ടേബിൾ 4.5 റെക്കോർഡ് നമ്പർ ഓഫ് ആനിമൽ സ്പീസീസ് ഇൻ ഇന്ത്യ ആൻഡ് ദ വേൾഡ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകളുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ഇനി അടുത്ത ടോപ്പിക് ടേബിൾ 4.6 എൻഡമിക് സ്പീസീസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്. ഗ്രൂപ്പ് നമ്പർ ഓഫ് സ്പീസീസ്.
Petriodophyta 200, Angiosperms 4950, Mollusca land 878, freshwater 809, insecta 16,240, amphibia 110, Riplea 214, herbs 69, mammalia 38. നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്ക് ടേബിൾ 4.6 എൻഡമിക് സ്പീസീസ് ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽസ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ദയവേത് ക്ഷമിക്കണം. ഇനി നമുക്ക് അടുത്ത പറഞ്ഞ ടേബിൾ 4.7 ബയോസ്ഫിയർ റിസർവ് ഓഫ് ഇന്ത്യ. നെയിം ഓഫ് ദ സൈറ്റ്, ഡേറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ, km square, area and location, state. Nilagiri 1886, 5520, part of Wayanad, Nagarhole, Bandipur and Madumalai, Nilambur, Silent Valley and Siruvani Hills, Tamil Nadu, Kerala and Karnataka. Nanda Devi 18.188, 5860.69, part of Chamoli, Pidorgarh, Almora districts, Uttaranchal. Part of Chamoli, Pidorgarh, Almora districts, Uttaranchal. Nokrak 1988, 820, part of Gora Hills, Meghalaya. Manas 14389, 2837, part of Kokrajhar, Bongaigaon, Barpeta, Nalbari, Kamrup and Darang district, Assam. Manas 14389, 2837, part of Kokrajhar, Bongaigaon, Barpeta, Nalbari, Kamrup and Darang district, Assam. Sundarbans 29,389, 9,630, part of Delta of Ganga and Brahmaputra river system, West Bengal. Gulf of Mannar 18,289, 10,500, Indian part of Gulf of Mannar between India and Sri Lanka, Tamil Nadu. Great Nicobar 6,189, 885, southernmost islands of Andaman and Nicobar, Islands. Simlipal 21,694, 4,374, part of Mayurbhanj district, Orissa, Dibru-Saikova 28,797, 765, part of Dibrugarh and Tinsukia district, Assam. Part of Dibrugarh and Tinsukia district, Assam. Dihand Dibang 2,998, 5,112, part of Siang and Dibang Valley, Arunachal Pradesh. Pachmarhi 3,399, 14,926.28, part of Bhutal, Hoshangabad and Chindwara districts, Madhya Pradesh. Pachmarhi 3,399, 4,926,
0.28 part of Bhutan, Hoshangabad and Chindwara district, Madhya Pradesh. Kanchenjunga 7.2 2619.92 part of Kanchenjunga Hills, Sikkim. Kanchenjunga 7.2 2619.92 part of Kanchenjunga Hills, Sikkim. Kanchenjunga 7 to 2000 2619.92 part of Kanchenjunga Hills, Sikkim. Kanchenjunga 7 to 2000 2619.92 part of Kanchenjunga Hills, Sikkim. നമ്മൾ ഇത്ര നേരം പറഞ്ഞ ടേബിൾ 4.7 ബയോസ്ഫിയർ റിസർവ് ഓഫ് ഇന്ത്യ. നമ്മൾ പറഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ കാര്യമായിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. ടേബിൾ 4.8 ആണ് ഇനി പറഞ്ഞത്. ടേബിൾ 4.8 വൈൽഡ് റിലേറ്റീവ്സ് ഓഫ് സം ക്രോപ്സ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. ക്രോപ്പ് നമ്പർ ഓഫ് വൈൽഡ് റിലേറ്റീവ്സ് മില്ലറ്റ്സ് 51, ഫ്രൂട്ട്സ് 104, സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ് 27, vegetables and pulses 55, fiber crops 2, oil seeds, tea, coffee, tobacco and sugarcane 12, medicinal plants 3000. ഇപ്പോൾ ടേബിൾ 4.8 വൈഡ് റിലേറ്റീവ്സ് ഓഫ് സം ക്രോപ്സ് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത ടേബിൾ 4.9 ഇന്ത്യസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ്. സൈറ്റ് ലൊക്കേഷൻ കാസിരംഗ നാഷണൽ പാർക്ക് ആസാം, കേലാഡിയോ ഗാന നാഷണൽ പാർക്ക് രാജസ്ഥാൻ, മനാസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആസാം, നന്ദാദേവി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്, സുന്ദർബൻ നാഷണൽ പാർക്ക് വെസ്റ്റ് ബംഗാൾ. ഇപ്പോൾ ടേബിൾ 4.9 ഇന്ത്യസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് ത്രെഡ് ടു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി നോക്കാം. ത്രെഡ് ടു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി. ഇന്ത്യ ഹാസ് എ ടോട്ടൽ ഓഫ് 89,451 animal species, accounting for 7.31% of the faunal species in the world, and the flora accounts for 10.78% of the global total. The endemism of Indian biodiversity is high and it is under severe threat owing to habitat destruction, degradation, fragmentation and overexploitation of resources. According to the red list of threatened animals, 44 plant species are critically endangered, 113 endangered and 87 vulnerable. Among animals, 18 are critically endangered, 54 endangered and 143 are vulnerable. 10 species are lower risk conservation dependent, whereas 99 are lower risk near threatened. India ranks second in terms of the number of threatened mammals, while India is sixth in terms of countries with the largest number of threatened birds. The major proximate causes of species extinction are habitat losses and degradation, affecting 89% of all threatened birds, 83% of mammals, and 91% of all threatened plants assessed globally. The major proximate causes of species extinction are habitat losses and degradation, affecting 89% of all threatened birds, 83% of mammals, and 91% of all threatened plants assessed globally. The main causes of habitat losses are agricultural activities, extraction including mining, fishing, logging, and harvesting, and development, human settlements, industry, and associated infrastructure. Habitat losses and fragmentation leads to the formation of isolated small scattered populations. The small populations are increasing
നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് തേർഡ് ടു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റിയാണ്. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണം. നമ്മുടെ മൈക്ക് ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ സൗണ്ട് ഇല്ലാത്തതിന് നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. ത്രെഡ് ടു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. കാരണം സൗണ്ട് ഇല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. എന്തിനേലും കുറേ നമ്മൾ വീഡിയോയിൽ ക്യാമറയിൽ ചെയ്തിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ലല്ലോ. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു പോകേണ്ടതായിട്ട് വരും. അപ്പം എന്തായാലും ഈ വീഡിയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 15 മിനിറ്റ് അല്ല 25 മിനിറ്റോളമൊക്കെ കിട്ടേണ്ടതായിരുന്നു. 2 മണിക്കൂറോളം കിട്ടാറുണ്ട്. പക്ഷേ ഓഫായി പോയി. ഒന്നാമത്തെ കാര്യം നമ്മുടെ മൈക്ക് 2 വർഷത്തോളം എത്തിയ മൈക്കാണ്. പുതിയൊരു മൈക്ക് നമ്മൾ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു മൈക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഓഫായി പോകുന്നത്. ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്. അപ്പോൾ നിങ്ങൾ ദയവ് ഇത് ക്ഷമിക്കണം. അപ്പോൾ ഏത് വീഡിയോ ആണെങ്കിലും, ഇപ്പോൾ ഈ വീഡിയോ ആണെങ്കിലും ഇനി പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ആണെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാവും എന്തായാലും. അപ്പോൾ ദയവേത് ക്ഷമിക്കണം എന്ന് തന്നെ എനിക്ക് പറയാനാവുള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ 2 വർഷത്തോളം നമ്മൾ ഫസ്റ്റൊക്കെ ചെയ്തിരുന്ന ടൈമിലൊക്കെ 2.5 മണിക്കൂറും ഒരു 10 മിനിറ്റ്സൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പം നമുക്ക് 2 മണിക്കൂർ കിട്ടാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഒരു 20 മിനിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരു 10-20 മിനിറ്റ് കൂടി പ്രതീക്ഷിച്ചു വീഡിയോ. അങ്ങനെ ഈ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യായിരുന്നു. ത്രെഡ് ടു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള ടോപ്പിക്സും കൂടി നമുക്ക് കവർ ചെയ്യായിരുന്നു. അടുത്ത ചാപ്റ്റർ തുടങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഈ മൈക്ക് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഓണാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ടൈമിൽ വേണമെങ്കിലും ഓഫായി പോകും. ഒരുപാട് നമുക്ക് സംസാരിക്കാനാവില്ല. 2-3 മിനിറ്റൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. ത്രെഡ് ടു ഇന്ത്യൻ ബയോഡൈവേഴ്സിറ്റി നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. പിന്നെ ഒരു ടേബിൾ 4.10 തട്ടേണ്ട അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഓഫ് ഇന്ത്യ. ഇതോടുകൂടി ഈ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാണ്. പുതിയ ചാപ്റ്റർ 5 അതർ കറന്റ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ട്രെൻഡ്സ് ഇൻ വേൾഡ് പോപ്പുലേഷൻ, കൺസേൺസ് ഓവർ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സസ്റ്റൈനബിൾ നാച്ചുറൽ റിസോഴ്സസ്, ഡിസീസസ് ആൻഡ് പുവർ ഹെൽത്ത്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വേൾഡ് പോപ്പുലേഷൻ, EU പോപ്പുലേഷൻ പ്രൊജക്ഷൻസ്, ഏജൻസ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഈ ടോപ്പിക്കുകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോറി, നമ്മുടെ മൈക്ക് ഓഫായി കിടക്കായിരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നത് ഇക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റിയിൽ ഇന്ത്യസ് നാച്ചുറൽ വെജിറ്റേഷൻ ബയോഡൈവേഴ്സിറ്റിയിലെ ടോപ്പിക്സാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കിൻ്റെ കാര്യമൊക്കെ സ്പോട്ടിൽ തന്നെ പറഞ്ഞിരുന്നു. വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം. അത് നമ്മൾ ലാസ്റ്റായിട്ടും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ, ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഒരുപക്ഷെ നമുക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദയവേത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാൻ എനിക്കാവുള്ളൂ. CSAT എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ്. സ്പെല്ലിംഗ് ആണെങ്കിലും വേറെ തെറ്റുകൾ പറ്റിയാലൊക്കെ നിങ്ങളോടത് പറയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള കടമ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയണം തന്നെയാണ് ഞാൻ വിശ്വസിച്ച് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ പ്രത്യേക സമയം കണ്ടെത്തുന്നുണ്ട്. കാരണം ഇത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ, പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എല്ലാം കൊണ്ടും കംഫർട്ടബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ തെറ്റ് പറഞ്ഞ് ക്ലാസ് എടുത്തിട്ട് കാര്യമില്ല. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മുടെ. ഡ്രോബാക്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഡ്രോബാക്സും കൂടി നിങ്ങളെ അറിയിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയണത് എന്തിനാന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചെങ്കിലൊക്കെ ഒരു നല്ല വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് വേണ്ടി പറയുന്നതാണ്. പിന്നെ നമുക്ക് പറയണമെന്ന് വെച്ചാൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. സിലബസ് വളരെ ഇമ്പോർട്ടൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നേരിട്ട് പറയാൻ ടൈമില്ല. അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ദയവേത് ഓർക്കണം.
പിന്നെ നമുക്ക് പറയുന്നത് ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2023 ഓൾഡ് വീഡിയോസ്, ദ പേഴ്സൺ സീസ് ഇറ്റ് മാനുവൽ 2025 നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ പ്ലേലിസ്റ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് നിങ്ങൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും, എന്നാലും ഒന്ന് പറയണമെന്നുള്ളൂ. ഇതുവരെ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട് പ്ലേലിസ്റ്റൊക്കെ. അപ്പോൾ ദയവേത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാണ്, നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ വെച്ചാൽ നമ്മൾ ഈ ലാസ്റ്റ് ഭാഗത്താണെങ്കിലും നമ്മൾ ക്ലാസ് അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ദയവേത് ക്ഷമിക്കണം. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത്, യൂട്യൂബ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ചെറിയൊരു വേർഡ്സ് തന്നെ എടുത്തിട്ട് ഓരോരുത്തർ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അതും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. കാരണം ലാസ്റ്റ് ഭാഗത്തൊക്കെ എനിക്ക് ഇത്തിരി സ്പീഡ് കൂടാറുണ്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു താല്പര്യവും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ പറഞ്ഞ് ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ വേഗം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ തെറ്റുകൾ വരാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ മൈക്ക് ഓഫ് ആയി പോയാലും നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റുമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും തെറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളായിട്ട് നല്ലൊരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതും കൂടി നിങ്ങളായിട്ട് നല്ലൊരു സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ ആത്മാർത്ഥമായിട്ടുള്ളൊരാഗ്രഹമുണ്ട് മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അല്ലെ ഇതൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല യൂട്യൂബ് എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾക്കൊരു മൈൻഡ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. ഒരാൾക്കെങ്കിലും തെറ്റായിട്ടുള്ള കമൻസ് ഒഴിവാക്കാൻ പറ്റണമെങ്കിൽ ഒഴിവാക്കട്ടെ, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഒക്കെ അത്യാവശ്യം എല്ലാവരും അറിയുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനത്തുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ ദയവേത് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ക്ലാസ് കിട്ടട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്, നന്നായി പഠിക്കാൻ സാധിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റ് തന്നെയാണ് എന്ന് നമ്മൾ ഉറക്കെ പ്രസ്താവിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ പറയാൻ. സോറി, മൈക്ക് ഓഫായി പോയി. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തെറ്റ് തന്നെയാണ് നമ്മുടെ ഹൃദയം തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ദയവേത് മനസ്സിലാക്കാം. മിസ്റ്റേക്കുകളൊക്കെ എന്തായാലും മിസ്റ്റേക്ക് എന്ന് തന്നെ നമുക്ക് പറയാനാവുള്ളൂ. അതിപ്പോൾ ഏത് വീഡിയോ ബേസ് ചെയ്ത് പറഞ്ഞാലും അങ്ങനെയൊക്കെ തന്നെ അത് വരുള്ളൂ. നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നു. അപ്പോൾ നമ്മൾ അവസാനിപ്പിക്കണം. പിന്നെ ഒരു പേരോട് പറയണം, ഈ വീഡിയോ നമ്മൾ രാത്രിയാണ് എടുക്കണം എന്നുള്ള പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, 24/8/2025. ഫസ്റ്റിനെ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ബർത്ത്ഡേ ദിവസമാണ് നമ്മൾ വീഡിയോ എടുത്തേക്കുന്നത്, രാത്രിയാണ് എടുത്തേക്കണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ഹെൽപ്പായിരിക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ ബർത്ത്ഡേ ദിവസമൊക്കെ വീഡിയോ എടുക്കുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെ ഒരു IAS റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം എൻ്റെ ബർത്ത്ഡേ ആശംസകൾ ഞാൻ നിങ്ങൾക്കും കൂടി ആശംസിക്കുകയാണ്. അപ്പം നല്ലൊരു CSET എക്സാം ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSET എക്സാമൊക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാൻറ്റാസ്റ്റിക് ഡേ ആൻഡ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.